അഡ്വോക്ക് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മൗലിക അവകാശങ്ങളിലെ അനുച്ഛേദം 22 വരെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ 23 മുതലുള്ള അങ്ങോട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാൻ പോവാണ്. സോ എന്റെ പേര് അശ്വിൻ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അനുച്ഛേദം 23ഉം 24ഉം എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. അപ്പോ ആദ്യം നമ്മൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ സമത്വത്തെ കുറിച്ചുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം നമ്മൾ പഠിച്ചു. 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പഠിച്ചു. അത് കഴിഞ്ഞ് 23, 24 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം. അപ്പൊ 3 മൗലിക അവകാശങ്ങളായി. അതിൽ 23 പറയുന്നത് അടിമത്തത്തെ കുറിച്ചാണ്. അടിമത്ത നിരോധനം, അതായത് മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ മനുഷ്യനെ കൊണ്ടുള്ള കൂടുതൽ ജോലി ചെയ്യിപ്പിക്കുക, അമിതമായിട്ടുള്ള ജോലി ചെയ്യിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിർത്തലാക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് അനുച്ഛേദം 23. അടിമത്തം നിർത്തലാക്കുന്നു, അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് പോലെയുള്ള കാര്യങ്ങളെല്ലാം നിർത്തലാക്കുന്നു. ഈ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കുന്നു. അതെല്ലാം അനുച്ഛേദം 23മായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ആക്ടുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. മിനിമം വേജസ് ആക്ട് 1948 ആണ്. 1948 മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ട്രാഫിക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഹ്യൂമൻ ട്രാഫിക്കിങ്, അതുപോലെ ഈ മനുഷ്യ കടത്ത്, അടിമത്തം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആക്ടുകളാണ് ഞാൻ പറയുന്നത്. മിനിമം വേജസ് ആക്ട് 1948. അതുപോലെ തന്നെ കോൺട്രാക്ട് ലേബർ ആക്ട് 1970. കോൺട്രാക്ട് ലേബർ ആക്ട് 1970 ഈ അടിമത്തം നിരോധിക്കുന്ന ആക്ടുകളാണ് ഇതെല്ലാം. ഇതിനകത്തെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? അടിമത്തത്തെ നിരോധിച്ചിട്ടുണ്ട്. മിനിമം വേജസ് ആക്ട് 1948, കോൺട്രാക്ട് ലേബർ ആക്ട് 1970, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. ജസ്റ്റ് വർഷങ്ങൾ മാത്രം പഠിച്ചു വെക്കാം. അതിന്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കേണ്ട, സിലബസിൽ എടുത്തു പറയുന്നൊന്നുമില്ല. 1976 ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. അതുപോലെ തന്നെ ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് 1976 തന്നെ, സെയിം വർഷം തന്നെയാണ്. 1976 ബോണ്ടഡ് ലേബർ സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്യുന്ന ആക്ട് ആണ് ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് 1976. അപ്പൊ 4ഓളം ആക്ടുകൾ പഠിച്ചു. മിനിമം വേജസ് ആക്ട് 1948, കോൺട്രാക്ട് ലേബർ ആക്ട് 1970, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976, അതുപോലെ തന്നെ ബോണ്ടഡ് ലേബർ സിസ്റ്റം അബോളിഷൻ ആക്ട് 1976. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ദേവദാസി സമ്പ്രദായം എല്ലാം നിരോധിച്ചിരിക്കുന്നത് അനുച്ഛേദം 23 പ്രകാരമാണെന്ന് പഠിച്ചു വെക്കാം. ഇനി 24 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം തന്നെയാണ്. 23, 24 വരുന്നുണ്ട്. അപ്പൊ 23 മനുഷ്യക്കടത്തും മനുഷ്യ അടിമത്തവും ആണ് വരുന്നെങ്കിൽ 24 ബാലവേല നിരോധനമാണ്. ബാലവേല നിരോധനം, ചൈൽഡ് ലേബർ അബോളിഷ് ചെയ്യുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 24, ബാലവേല നിരോധനം. 14 വയസ്സുവരെയുള്ള കുട്ടികളോട് ബാലവേലയാണ് നിരോധിച്ചിട്ടുള്ളത്. ഈ ബാലവേല ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റുകളിൽ കൊടുക്കുന്ന ഒരു മാർക്കാണ് റഗ് മാർക്ക്. എന്താണ് റഗ് മാർക്ക്? റഗ് മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത പ്രൊഡക്റ്റുകളിൽ കൊടുക്കുന്ന ഒരു മാർക്കാണ് റഗ് മാർക്ക്. ഇന്ന് അതിന്റെ പേര് റഗ് മാർക്ക് എന്നല്ല, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗുഡ് വീവ് എന്നാണ് അറിയപ്പെടുന്നത്. ഗുഡ് വീവ്. അപ്പൊ ഗുഡ് വീവ് മാർക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാലവേല ഉപയോഗിക്കാത്ത പ്രൊഡക്റ്റുകളിൽ കൊടുക്കുന്ന മാർക്കിംഗ് ആണ് ഗുഡ് വീവ്. ഈ റഗ് മാർക്കിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്, നിങ്ങൾക്കറിയാം, 2014 നമ്മുടെ മലാല യൂസഫ്സായോടൊപ്പം നൊബേൽ സമ്മാനം പങ്കിട്ട കൈലാഷ് സത്യാർത്ഥി എന്നുള്ള ഇന്ത്യക്കാരൻ. കൈലാഷ് സത്യാർത്ഥിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഈ റഗ് മാർക്ക് എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. കൈലാഷ് സത്യാർത്ഥിയുടെ സംഘടനയുടെ പേര് നിങ്ങൾക്കറിയാം, 1980 സ്ഥാപിതമായ ബച്പൻ ബച്ചാവോ ആന്തോളൻ. എന്താണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ രൂപീകരിച്ച ആരാ? കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥി നൊബേൽ സമ്മാനം ലഭിച്ചായിരുന്ന 2014 അദ്ദേഹത്തിന്റെ കൂടെ നൊബേൽ കിട്ടിയത് ആർക്കാ? മലാല യൂസഫ്സായിക്കാണ്. ഈ കൈലാഷ് സത്യാർത്ഥിയുടെ ശ്രമഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? റഗ് മാർക്ക് നിലവിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ. അതുപോലെ ഈ ബാലവേല നിരോധിച്ചിരിക്കുന്ന ഒരുപാട് നിയമങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിലെ കുറച്ച് നിയമങ്ങളാണ് ദ ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. ഇവിടെ 76 2 ആക്ടാ പഠിച്ച, ഇവിടെ 86 ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 1986. അതുപോലെ 48 നമ്മളിവിടെ 48 ആക്ട് പഠിച്ചു, മിനിമം വേജസ് ആക്ട്. അതുപോലെ തന്നെ 1948 ഫാക്ടറീസ് ആക്ടുകൾ, ഫാക്ടറീസ് ആക്ട്, അതുപോലെ തന്നെ മൈൻസ് ആക്ട് ഉണ്ട്. അതാണ്
1952 മൈൻസ് ആക്ട്. അപ്പോ ഈ ബാലവേല നിരോധിച്ചിരിക്കുന്ന എവിടെയാ? ഹസാഡിയസ് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഫാക്ടറികൾ, മൈനുകൾ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലെ ബാലവേലയാണ് പൂർണ്ണമായിട്ട് നിരോധിച്ചിരിക്കുന്നത്. അല്ലാതെ സ്വന്തം വീട്ടിൽ ചിലപ്പോ അമ്മ തയ്ക്കുന്നുണ്ടായിരിക്കും അല്ലെ, തയ്യലാണ് എങ്കിൽ ചിലപ്പോ ചെറിയ മോള് അല്ലെങ്കിൽ മോനൊക്കെ ചിലപ്പോ തയ്യലിന് സഹായിക്കും അല്ലെ. ചിലപ്പോൾ വീട്ടിൽ പപ്പടം ഉണ്ടാക്കുന്ന ബിസിനസ് ആണെങ്കിൽ ചിലപ്പോൾ പപ്പടം ഉണ്ടാക്കാനായിട്ട് ചെറുതായിട്ട് സഹായിക്കും. ആ സഹായങ്ങളൊന്നും ബാലവേലയുടെ അണ്ടറിൽ വരുന്നില്ല. ബാലവേല എന്ന് പറയുന്നത് ഫാക്ടറീസ്, മൈൻസ് പോലെയുള്ള ഹസാഡിയസ് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ വേല, വർക്കാണ്, എംപ്ലോയ്മെന്റ് ആണ് ബാലവേലയായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ 14 വയസ്സ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. അപ്പൊ ഫാക്ടറീസ് ആക്ട് 1948 ബാലവേല നിരോധിക്കുന്നുണ്ട്. മൈൻസ് ആക്ട് 1952 ബാലവേല നിരോധിക്കുന്നുണ്ട്. അതുപോലെ എംപ്ലോയ്മെന്റ് ആൻഡ് ചിൽഡ്രൻ ആക്ട് 1938, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ആക്ട് ആണ്. 1938 എംപ്ലോയ്മെന്റ് ആൻഡ് ചിൽഡ്രൻ ആക്ട് 1938. അതുപോലെ തന്നെ BD ആൻഡ് സിഗർ വർക്കേഴ്സ് ആക്ട് 1966. BD ആൻഡ് സിഗർ വർക്കേഴ്സ് ആക്ട് ഉണ്ട് 1966. അവിടെയും ബാലവേല നിരോധിക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 23, 24 പഠിച്ചല്ലോ. 23-നകത്ത് അടിമത്തം, മനുഷ്യക്കടത്തൊക്കെയാണ് നിരോധിക്കുന്നത് എങ്കിൽ 24 ബാലവേല നിരോധിച്ചിരിക്കുന്നു. ഇത് രണ്ടുമാണ് ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശത്തിലെ പെടുന്നത്. ഇനി 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. 25 മുതൽ 28 വരെ. അതിൽ 25-ൽ എടുത്തു പറയുന്നു, ഏതു മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും അവകാശമുണ്ട്. അപ്പൊ 4 കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 25-ൽ പറയുന്നത്. ഏതൊരു മതവും നിങ്ങൾക്കറിയാം 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിനകത്ത് മതേതരത്വം എന്നുള്ള വാക്ക് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിനർത്ഥം നിങ്ങൾക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു സ്റ്റേറ്റ് സ്പോൺസേഡ് മതമില്ല. എല്ലാ മതത്തെയും തുല്യമായിട്ട് എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നെല്ലാം പറഞ്ഞു. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അനുച്ഛേദം 25-28 മൗലിക അവകാശമായിട്ട് മതസ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അല്ലെ. അപ്പം 4ാമത്തെ മൗലിക അവകാശമാണ് മതസ്വാതന്ത്ര്യം അല്ലെ. ആദ്യത്തെ ഏതായിരുന്നു? നിങ്ങൾക്കറിയാം, സമത്വം, അനുച്ഛേദം 14 മുതൽ 18 വരെ. 2ാമത്തെ സ്വാതന്ത്ര്യം 19-22. 3ാമത്തെ ഏതാ? ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം 23, 24. പിന്നെ ഏതാ? 4ാമത്തെയാണ് മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെ. അതിൽ 25 എന്ന് പറയുന്നു, ഏതൊരു മതവും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. അനുച്ഛേദം 26 എന്താ പറയുന്നേ? ഈ ഏതൊരു മത സ്ഥാപനത്തിനും ഏതൊരു മതത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ, റിലീജിയസ് ഡിനോമിനേഷൻസ് എന്നൊക്കെ പറയും, സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാം? ഇൻസ്റ്റിറ്റ്യൂഷൻസ്, റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്ത് ചെയ്യാം? സ്ഥാപിക്കാം എന്ന് പറയുന്നത് ഒരു അനുച്ഛേദമാണ്, അനുച്ഛേദം 26. അപ്പൊ അനുച്ഛേദം 26 പ്രകാരം എന്ത് പറയുന്നു? ഏതൊരു മതത്തിനും ജീവകാരുണ്യ പ്രവർത്തനത്തിനായിട്ടുള്ള സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാം? രൂപീകരിക്കാം. അതോടൊപ്പം തന്നെ അതത് മതങ്ങളുടെ ആചാരങ്ങൾ എന്തായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരവും അവകാശവും ആർക്കുണ്ട്? അതത് മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട് എന്ന് പറയുന്നു. ആചാരങ്ങൾ സംരക്ഷിക്കുന്നു. നമ്മുടെ ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ കേസ് വന്നപ്പോൾ അനുച്ഛേദം 26 ചർച്ചയായി വന്നിട്ടുണ്ടായിരുന്നു. അനുച്ഛേദം 26 പ്രകാരമാണ് ആചാരം തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ് ഉള്ളത്? കോടതിക്കാണോ അതോ ആ മതത്തിനാണോ എന്നെല്ലാം വന്ന ചർച്ച വന്നത് അനുച്ഛേദം 26 പ്രകാരമാണ്. അപ്പൊ അനുച്ഛേദം 26 പഠിച്ചു വയ്ക്കാം. ഏതൊരു മതസ്ഥാപനത്തിനും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ജീവകാരുണ്യ പ്രവർത്തനമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കാനുള്ള അവകാശവും അതോടൊപ്പം തന്നെ അവരുടെ ആചാരങ്ങൾ ആചരിക്കുന്നതിനും ഏത് തരത്തിലുള്ള ആചാരങ്ങൾ വേണമെന്ന് തീരുമാനിക്കുന്നതിനുള്ള അധികാരം അവകാശവും എല്ലാം ആർക്കാണ്? അതത് മതത്തിനാണ് എന്ന് പറയുന്ന അനുച്ഛേദമാണ് 26. 27 എന്ന് പറയുന്നു, ഏതൊരു മതത്തിന്റെയും വിപുലീകരണവുമായി ബന്ധപ്പെട്ട് ടാക്സുകൾ, നികുതി പിരിക്കേണ്ട ആവശ്യമില്ല, നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. മതവിപുലീകരണത്തിന് നികുതി നൽകേണ്ട ആവശ്യമില്ല. നികുതി, ടാക്സ്, നികുതിയെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 27. മതവുമായി ബന്ധപ്പെട്ടുള്ള വിപുലീകരണത്തിന് എന്ത് വേണ്ട? നികുതി വേണ്ട എന്ന് പറയുന്ന അനുച്ഛേദം 27 പഠിച്ചു വെക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 28 ക്ലോസ് 1, 28-നകത്ത് ക്ലോസ് 1 പറയുന്നു, സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതാചാരം നിർബന്ധിതമാക്കരുത്. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം ആചരിക്കരുത് എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 28 ക്ലോസ് 1. ഈ 28-നകത്ത് തന്നെ 28 ക്ലോസ് 3-നകത്തൊക്കെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ABCD എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ A എന്ന് പറയുന്നത് പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലുള്ളത്, അവിടെ ഒരിക്കലും മതം ആചരിക്കാൻ പാടില്ല എന്ന് പറയുന്നു.
ബി എന്ന് പറയുന്നതിനകത്തോ ചെറിയ രീതിയിൽ മതസ്ഥാപനം, മതവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്, പക്ഷെ സർക്കാർ ഉടമസ്ഥയിലുള്ളതാണ്. അവിടെ മതം എന്ത് ചെയ്യാം, പ്രചരിപ്പിക്കാം, പക്ഷെ അവിടെ നിർബന്ധിക്കാൻ പാടില്ല, മതം നിർബന്ധിക്കാൻ പാടില്ല. മാത്രമല്ല അവിടെ വിദ്യാർത്ഥികൾ മതം പഠിക്കണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, അവരുടെ രക്ഷിതാക്കളിൽ നിന്നുള്ള പെർമിഷൻ വേണം എന്നുള്ളത് കൂടി ബി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വരുന്നുണ്ട്. സി, ഡി തുടങ്ങിയുള്ള സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാം, മതപ്രവർത്തനങ്ങൾ നടത്താം എന്നും പറയുന്നു. എ, ബി, സി, ഡി ആയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കുന്ന അനുച്ഛേദം കൂടിയാണ് 28 എന്ന് പഠിച്ചു വെക്കാം. ക്ലിയർ ആണല്ലോ? ഇനി അപ്പോ നമ്മൾ ഏതൊക്കെ അവകാശങ്ങൾ പഠിച്ചു കഴിഞ്ഞു? 4 അവകാശങ്ങൾ പഠിച്ചു. സമത്വം പഠിച്ചു, സ്വാതന്ത്ര്യം പഠിച്ചു, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം പഠിച്ചു, മതവുമായി ബന്ധപ്പെട്ടുള്ള മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പഠിച്ചു. ഇനി 5ാമത്തെ മൗലിക അവകാശമാണ് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. അനുച്ഛേദം 29, 30. 29 പറയുന്നു സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശത്തിനകത്ത് 29 പറയുന്നു ന്യൂനപക്ഷത്തിന്റെ അവകാശ സംരക്ഷണം. ന്യൂനപക്ഷത്തിന്റെ അവകാശ സംരക്ഷണത്തെ കുറിച്ചാണ് അനുച്ഛേദം 29 പറയുന്നത്. അതായത് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം, വർഗം, ജാതി, ഭാഷ പഠിച്ചു വെക്കുക. മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം നിഷേധിക്കരുത് എന്ന് പറയുന്നതും അനുച്ഛേദം 29 അപ്പൊ അനുച്ഛേദം 29 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നു. ഒന്ന്. രണ്ടാമത് എന്താണ്, സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തില് അഡ്മിഷൻ കൊടുക്കാതിരിക്കരുത് എന്ന് പറയുന്ന അനുച്ഛേദം 29 അനുച്ഛേദം 30 എന്താ പറയുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം എന്ന് പറയുന്നതാണ് അനുച്ഛേദം 30. ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് ചെയ്യാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാം. എന്തിനാ ന്യൂനപക്ഷങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നേ എന്നും 30 പറയുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാ, ന്യൂനപക്ഷങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതൊരിക്കലും ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, ഭൂരിപക്ഷത്തോടൊപ്പം തന്നെ ന്യൂനപക്ഷവും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ന്യൂനപക്ഷത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാം എന്ന് അനുച്ഛേദം 30 പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അനുച്ഛേദം 29, 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. 29 ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം. അതിൽ തന്നെ പറയുന്നു മതം, വർഗം, അതുപോലെ തന്നെ ജാതി, ഭാഷ എന്നതിന്റെ അടിസ്ഥാനത്തിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, വിദ്യാഭ്യാസ സ്ഥാപനം, സർക്കാർ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് പ്രവേശനം നിഷേധിക്കരുത് എന്ന് പറയുന്നു. 30 എന്ത് പറയുന്നു, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം എന്ന് പറയുന്ന അനുച്ഛേദമാണ് 30. ഇനിയോ, അപ്പോ 5 മൗലികാവകാശങ്ങൾ കഴിഞ്ഞു. ഇനി 6ാമത്തെ മൗലികാവകാശം. അതിനിടയിൽ ഒരു മൗലികാവകാശം സ്വത്തവകാശം ഉണ്ടായിരുന്നു, അനുച്ഛേദം 31 ഉണ്ടായിരുന്നു. അനുച്ഛേദം 19+1+F ഉണ്ടായിരുന്നു എന്നെല്ലാം നിങ്ങൾ പഠിച്ചതാണ്. അതിപ്പോ പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അതെല്ലാം എന്ത് ചെയ്തു, അത് റിമൂവ് ചെയ്തു, അല്ലെ, അത് വേണ്ടാന്ന് വെച്ചു. അത് 300A നിയമാവകാശമായിട്ട് മാറ്റി എന്നുള്ളത് നിങ്ങൾ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് അനുച്ഛേദം 32 വരുന്ന ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. 6ാമത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിശേഷിപ്പിച്ച അല്ലെ ആ ഒരു അനുച്ഛേദമാണ്, ആർട്ടിക്കിൾ ആണ് 32, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. അത് മറ്റൊരു ക്ലാസ് ആയി തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. റിട്ടുകൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ആയി തന്നെ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. അപ്പൊ ആർട്ടിക്കിൾ 32 6ാമത്തെ മൗലികാവകാശം വരുന്നുണ്ട് എന്ന് മാത്രം ഈ ക്ലാസ്സിൽ പഠിക്കുന്നു. ഇനി 32 കഴിഞ്ഞതിന് ശേഷമുള്ള 33, 34, 35 3 ആർട്ടിക്കിൾ കൂടി പഠിക്കാനുണ്ട്. അവിടെ അവകാശങ്ങളൊന്നുമല്ല പറയുന്നത്, ഈ മൗലിക അവകാശങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട 2-3 ആർട്ടിക്കിളാണ്. 33 പറയുന്നത് സേനാ വിഭാഗങ്ങൾ ഉണ്ടല്ലോ, അപ്പൊ ആർമി ഉണ്ട്, പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സേനാ വിഭാഗങ്ങൾക്കകത്ത് ഇത്തരം മൗലികാവകാശങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. അവരുടെ മേലെ ചില നിയന്ത്രണങ്ങൾ വെക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ട്, അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആർമിക്കകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോ അത്തരം സേനകളുടെ കാര്യത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നിയന്ത്രിക്കാം. ആർക്ക് നിയന്ത്രിക്കാം? പാർലമെന്റിനെ നിയന്ത്രിക്കാം എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 33. സേനാ വിഭാഗം എന്ന് പഠിച്ചു വെക്കുക. 34 എന്ത് പറയുന്നു? പട്ടാള നിയമമുള്ള സ്ഥലങ്ങളുണ്ട്, ചില പ്രദേശങ്ങളിൽ. ഇപ്പൊ അഫ്സ്പ പോലെയുള്ള നിയമങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് എന്ന് പറയുന്ന അഫ്സ്പ പോലെയുള്ള ചില പട്ടാള നിയമങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളുണ്ട് ഇന്ത്യയിൽ. അത്തരം സ്ഥലങ്ങളിലെ മൗലിക അവകാശങ്ങൾ നിയന്ത്രിക്കാം എന്ന് പറയുന്ന അനുച്ഛേദമാണ് 34. 33
ആർക്ക് നിയന്ത്രിക്കാം മൗലിക അവകാശങ്ങള്? സേനാ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, പോലീസ് സേന, അതുപോലെ തന്നെയുള്ള ആർമി തുടങ്ങിയിട്ടുള്ള CRPF തുടങ്ങിയിട്ടുള്ള അത്തരം സേനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മൗലിക അവകാശങ്ങൾ ചിലപ്പോൾ പൂർണ്ണമായി ലഭിക്കില്ല, നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം എന്ന് 33 പറയുന്നു. അതുപോലെ പട്ടാള നിയമങ്ങൾ വരുന്ന പ്രാബല്യത്തിലുള്ള പ്രദേശങ്ങളിലും എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരാമെന്ന് 34 പറയുന്നു. ഇനി 35 എന്താ പറയുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനാണ്. പാർലമെന്റിന് മാത്രമാണ്, സംസ്ഥാന നിയമസഭകൾക്ക് അധികാരമില്ല. ആർട്ടിക്കിൾ 35 പറയുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് നിയന്ത്രിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? പാർലമെന്റിന് മാത്രമാണ്, സംസ്ഥാന നിയമസഭകൾക്കില്ല എന്ന് പറയുന്നു. ഇത്രയാണ് അനുച്ഛേദം 35. 36 മുതൽ എന്ന് തുടങ്ങുന്നു? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, സംസ്ഥാനങ്ങളുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗം 4 ആണ് അനുച്ഛേദം 36 മുതൽ 51 വരെ. അപ്പൊ ഇത്രയുമാണ് ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ 6 മൗലിക അവകാശങ്ങൾ കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി അനുച്ഛേദം 32 വരുന്ന ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം എന്നുള്ളതിൽ റിട്ട് എന്നുള്ള ഒരു ഭാഗം കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.